കേരളത്തിൽ ഒരുപാട് വിഷയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സമാധി ഒരു സൈഡിൽ, ബോബി ചെമ്മണ്ണൂർ ഒരു സൈഡിൽ ഒരു പെൺകുട്ടിയെ വർഷങ്ങളായിട്ട് ഒരുപാട് പേര് ചേർന്ന് പീഡിപ്പിച്ചതിൻ്റെ കേസ്. ഇന്നലെ നിറം പറഞ്ഞ് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് വളരെ മോശമായിട്ട് അവരോട് പെരുമാറി ആ ഒരു കേസ്. ഇങ്ങനെ നിരവധി കേസുകൾ സൊസൈറ്റിയിൽ നടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ, ഈ പാരലൽ വേൾഡിൽ അവർ തന്നെ ഫസ്മിന എന്ന് പറഞ്ഞ പെൺകുട്ടി വീഡിയോ ഇട്ട സമയത്ത് ഇതൊരു തീട്ട കേസാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്മിന സാക്കിർ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. ഞാൻ ആകെ എൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ തൊപ്പി എന്ന വാക്ക് ഇപ്പോഴാണ് ഉപയോഗിക്കുന്നത്. ഇനി അങ്ങോട്ട് ഈ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നുമില്ല, ഇതെവിടെയും ഞാൻ വെക്കുന്നില്ല. ബിക്കോസ് ആ വ്യക്തിക്ക് ഇതുമായിട്ട് ഒന്നും ചെയ്യാനില്ല. ഞാൻ പലരും വീഡിയോ ചെയ്ത് കണ്ട സമയത്ത് ഈ ഒരു വ്യക്തിയുടെ പേരും ടൈറ്റിലും തംബ്നെയിലൊക്കെ ഉപയോഗിച്ചതായിട്ട് കണ്ടു. ഈ ഒരു പെൺകുട്ടി ഫസ്മിന സാക്കിർ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് മോർ വിസിബിലിറ്റി. ഇവർ ഓൾറെഡി ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു, ഇപ്പോഴും ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഫാൻ ഫോളോയിങ്ങും വ്യൂവർഷിപ്പൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്, ഇൻസ്റ്റാഗ്രാമിൽ എസ്പെഷ്യലി. സോ ഇവരുടെ പേരിന് കൂടുതൽ വിസിബിലിറ്റി കൊടുത്തൊരു ഫാക്ടർ മാത്രമാണ് ആ വ്യക്തി. ഓക്കെ, അത് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഫസ്മിന സാക്കിറിൻ്റെ ഒരു കോണ്ടന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു പേരും അയാളുടെ എക്സ്, അയാൾ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നതിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഓക്കെ, അതുകൊണ്ട് ആ പേരോ ആ വ്യക്തിയുടെ കാര്യങ്ങളോ ഞാൻ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നില്ല. ഓക്കെ ഫൈൻ, അത് നിങ്ങളും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ബിക്കോസ് ആ വ്യക്തിക്ക് ഇതിനായിട്ട് നോ ലേനാദേന. പറയുന്നത് ഫസ്മിന സാക്കിർ. ഈ ഫസ്മിന സാക്കിറിൻ്റെ വിഷയത്തിൽ ഞാൻ ഇതിനു മുമ്പും കോണ്ടന്റുകൾ ചെയ്തതുകൊണ്ട് എനിക്ക് എന്താണെങ്കിലും ഇതിനൊരു റിക്വസ്റ്റ് വരും. ഫസ്മിന റിലേറ്റഡ് ആയിട്ടൊരു റീല് കറങ്ങുന്നുണ്ട്. അതിൽ ഫസ്മിനയാണ് സംസാരിക്കുന്നത്, വേറൊരു കുട്ടിയുടെ ഉമ്മ സംസാരിക്കുന്നു, അതിൽ ഫസ്മിന ഗർഭിണിയാണ് എന്ന് പറയുന്നു. എന്താണ് ഇത് എന്നുള്ളൊരു ചോദ്യം ഓബിയസ്ലി പലരും എനിക്ക് ആ റീല് ഷെയർ ചെയ്തെന്ന് ചോദിക്കും. അപ്പം അങ്ങനെ എനിക്ക് ഷെയർ ചെയ്ത് കിട്ടിയ റീല് ഞാൻ ഈ ഫസ്മിനയ്ക്ക് എന്നെ പേഴ്സണലി അയച്ചു കൊടുക്കുന്നു. ഇതെന്താ വിഷയം എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഡിസംബറിലുണ്ടായ ഒരു ഇഷ്യൂ ആണ് എന്നും അത് അത്യാവശ്യം എന്താ പറയുക ഗ്രാവിറ്റി ഉള്ള ഒരു കേസാണ്. ആ കേസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പുറത്ത് പറയരുത് എന്നുള്ളത് കൊണ്ട് എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇത് പറയാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നും പറഞ്ഞ് ആ കുട്ടി ആ സമയത്ത് ഫസ്മിന സാക്കിർ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇതിപ്പോൾ ഒരാഴ്ചേൻ്റെ അല്ലെങ്കിൽ 2-3 ദിവസത്തിൻ്റെ ഗ്യാപ്പിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഫസ്മിന സാക്കിറിൻ്റെ ആ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന വോയിസ്, അതായത് ഓൾമോസ്റ്റ് എല്ലാവരും എന്നിലേക്ക് ഷെയർ ചെയ്തതും നിങ്ങൾ കേട്ടതുമായിട്ടുള്ളൊരു വോയിസ് ഞാനിവിടെ പ്ലേ ചെയ്യാം. പ്ലീസ്, എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഇപ്പൊ എന്താ വേണം? അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായാ? നിന്നെ പോലത്തെ ഒരു പെണ്ണല്ലായിരുന്നു അവള്. എന്റെ കാലും കയ്യൊന്നും നീ പിടിക്കുകയൊന്നും വേണ്ട. നീ എന്റെ കാലും, നിന്നെ പോലത്തെ ഒരു പെങ്കൊച്ചല്ലായിരുന്നു അത്. നിനക്ക് ഇത്രയും ദിവസം ബോധോദയം ഉണ്ടായില്ലേ? നീ എന്നെ പറ്റി എന്താണ് ഈ കരുതിയത്? എന്റെ മോള് നിന്റെ കൂടെ വന്നപ്പോ ഞാൻ അഴിച്ചു വിട്ടിരിക്കണം നീ വിചാരിച്ചായിരുന്നാ? നിന്നെ പോലെ അഴിച്ചു വിട്ടിരിക്കണമെന്ന് വിചാരിച്ചായിരുന്നാ? നിന്റെ വീട്ടിലെ എന്റെ ആങ്ങളമാര് പോവാഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? നിന്നെ പിന്നെ നാടനില്ലാതെ ആ ഏരിയ മൊത്തം അഴിച്ചു വിട്ടിരിക്കണം എന്നാ നാട്ടുകാർ മൊത്തവും പറഞ്ഞ്. അതുകൊണ്ടാ നീ നാളെ പോലീസ് സ്റ്റേഷനിൽ വന്ന് അവരോട് സിയോട് സംസാരിച്ചാൽ മതി. നീ എന്നോട് സംസാരിക്കാനായിട്ട് നിൽക്കണ്ട. നീ ഇനി എന്റെ മോളെ ഫോണിൽ വിളിക്കരുത്. നീ ഇനി വിളിക്കരുത്. വിളിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നം അതായിരിക്കും. മനസ്സിലായ? നീ ഇനി വിളിക്കരുത്. ഈ ഒരു പെർട്ടിക്കുലർ റീൽ വീഡിയോ ആണ് എന്നിലേക്ക് എത്തിയതും ഞാൻ കണ്ടതും എനിക്ക് അയച്ചു തന്നിട്ട് ഇതെന്താ വിഷയം എന്ന് എല്ലാവരും ചോദിച്ചതും ഇത് തന്നെയാണ് ഞാൻ ഫസ്മിനയ്ക്ക് ഫോർവേഡ് ചെയ്തത്. അപ്പോഴാണ് ഈ കേസും കാര്യങ്ങളും വിഷയങ്ങളും അതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞതും. അപ്പോൾ ഒരു കേസ് ഒഴിവാവണമെങ്കിൽ ഒരു കോംപ്രമൈസിന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വക്കീലിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരമൊക്കെയാണ് ഇങ്ങനൊരു സംഗതിയിലേക്ക്, അതായത് നമ്മളൊന്ന് കേസിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്കെതിരെയുള്ള കേസ് ഒന്ന് മൈൽഡ് ആവാൻ വേണ്ടിയിട്ടോ നമ്മൾ സംസാരിക്കും എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്ക് ഈ ഒരു സംഗതി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇത് കേസാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി. പക്ഷെ ഇതിൻ്റെ ഒരു ഫർദർ എക്സ്പ്ലനേഷൻ എങ്ങനെ എവിടുന്ന് എന്നുള്ളതൊക്കെ നോക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പോൾ ഏതൊരു പെൺകുട്ടിയുടെ ഉമ്മയാണോ സംസാരിച്ചത് ആ പെൺകുട്ടി അസ്മി. ഓക്കെ, ഇവരുടെയൊക്കെ പ്രൊഫൈലുണ്ട് ഫസ്മിന അസ്മിന. നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. ഈ അസ്മി എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് ദ അതർ സൈഡിൽ കേസ് കൊടുത്ത പെൺകുട്ടി. കേസ് കൊടുത്തിരിക്കുന്നത് ഫസ്മിനയുടെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ടിനെതിരെയാണ്. ആ ബോയ് ഫ്രണ്ട് വളരെ വൃത്തികെട്ട രീതിയിൽ ഈ പെൺകുട്ടിയോട് പെരുമാറി, തല്ലി, ഇടിച്ചു എന്നുള്ളതൊക്കെയാണ് കംപ്ലൈൻറ്റ്. ഇതെങ്ങനെ റെലവൻ്റ് ആവും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത് റെലവൻ്റ് ആവുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി പോലത്തെ ഒരു സിറ്റിയിൽ, ഇവരുടെ ഈ സോഷ്യൽ മീഡിയ ഫേസൊക്കെ നിങ്ങൾ മാറ്റി വയ്ക്കും. കുറച്ച് പെൺകുട്ടികൾ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു. ആ വീടിൻ്റെ ഹൗസ് ഓണർ ആ വീട്ടിലുണ്ട്. അങ്ങനെ താമസിക്കുന്ന സമയത്ത് ഓബിയസ്ലി എല്ലാവരും, ഇപ്പോൾ ഞാൻ പറയാമല്ലോ, സ്ട്രേഞ്ചേഴ്സ് ഫ്രണ്ട്സ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര സീനാണ്.
നമുക്ക് ഒട്ടും അറിയാത്തവർ നമ്മുടെ ഫ്രണ്ട്സ് ആകുമ്പോൾ നമുക്ക് വിഷയമായിരിക്കും. കാരണം അവർക്ക് കൂടുതലായിട്ട് നമുക്ക് അവരാരാന്ന് അറിയില്ല, എങ്ങനെയാണെന്ന് അറിയില്ല. ചിലപ്പോൾ കുറച്ച് മാസങ്ങളോ അല്ലെങ്കിൽ ഒരു വർഷത്തെയോ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളുടെയോ പരിചയത്തിന് മുകളിൽ വരുന്ന ഫ്രണ്ട്സ് ആയിരിക്കും. സ്ട്രേഞ്ചേഴ്സ് നമ്മൾ അങ്ങനെയല്ലേ പറയുക, ഒട്ടും പരിചയമില്ലാത്തവർ സ്ട്രേഞ്ചേഴ്സ് പറയും. അപ്പോൾ സ്ട്രേഞ്ചേഴ്സ് ഫ്രണ്ട്സ് ആവുന്ന സമയത്ത് വരുന്ന ഇഷ്യൂസും ഇത് നടക്കുന്നത് വാടകയ്ക്ക് നിൽക്കുന്ന ഒരു സ്ഥലത്തും നമ്മുടെ സ്വന്തം നാടല്ല കൊച്ചി പോലത്തെ ഒരു ടൗണിലും കൂടി ആവുമ്പോൾ ഇതിൽ പല ലേയേഴ്സ് പുറത്തിങ്ങനെ കേട്ട് തുടങ്ങും. ആ ലേയേഴ്സൊക്കെ നമ്മുടെ വായിൽ നിന്ന് തന്നെ വരും. പിന്നെ എന്താ നടക്കുക അറിയോ, പിന്നെ സൊസൈറ്റി നമ്മളെ നോക്കുന്നതും നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതുമായിട്ടുള്ള കുറേ ഫാക്ടേഴ്സും, പിന്നെ ഒരു ക്യാറ്റ് ഫൈറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ഒരു അന്തവും ബോധവും ഇല്ലാതെ പബ്ലിക്കിൽ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ജനങ്ങൾ മാത്രമല്ല ഓഡിറ്റ് ചെയ്യുക, നിയമപാലകർ കൂടി ഓഡിറ്റ് ചെയ്യും. പിന്നെയൊക്കെ നിങ്ങളുടെ എക്സിസ്റ്റൻസ് മുന്നോട്ടുള്ള പോക്കൊക്കെ വളരെ കഷ്ടമായിരിക്കും. ഈ ഒരു കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി വേറെ ഒന്നുമല്ല, ഫസ്മിന സാക്കിർ എന്ന് പറഞ്ഞ ലേഡി കൊച്ചിയിൽ വാടകയ്ക്ക് താമസിക്കുന്നു. അവർക്ക് ലേറ്റർ ഓൺ ഒറ്റയ്ക്ക് താമസിക്കാൻ വയ്യ, റൂം ഷെയർ ചെയ്യാൻ ആളെ വേണം എന്നുള്ളതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുന്നു. ആ ഒരു റീല് കണ്ടിട്ട് സ്റ്റോറിയാണ്. സ്റ്റോറി ഇട്ടതിന് ശേഷം കുറച്ച് പേര് ഇവരെ കോണ്ടാക്ട് ചെയ്യുന്നു. ആ കോണ്ടാക്ട് ചെയ്തതിൽ ഒരാളാണ് ഈ പറഞ്ഞ അസ്മി ഇപ്പം കേസ് കൊടുത്ത വ്യക്തി. ഫസ്മിനയുടെ ബോയ് ഫ്രണ്ടിനെതിരെ കേസ് കൊടുത്ത അസ്മിനയാണ്. ഈ പറഞ്ഞ ഫസ്മിനയുടെ സ്റ്റോറി കണ്ടിട്ട് വീട്ടിലേക്ക് പേയിങ് ഗസ്റ്റായിട്ട് ഷെയർ ചെയ്ത് നമുക്ക് താമസിക്കാമെന്ന് പറഞ്ഞ് കയറി വരുന്നു. അവർ വരുമ്പോൾ ഹണി എന്ന് പറഞ്ഞ അവരുടെ ഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ടുവന്ന് താമസം തുടങ്ങി. ഇവരെല്ലാവരും ഒരു വീടിനകത്ത് ഓൾറെഡി പേയിങ് ഗസ്റ്റ് ആയിട്ടുള്ള ഒരാൾ അവർ ഷെയർ ചെയ്യാൻ വേണ്ടി വേറെ ഫ്രണ്ട്സിനെ വിളിക്കുന്നു. ആ വരുന്ന ഫ്രണ്ട്സ് ഇവരുടെ സ്റ്റോറി കണ്ട് സോഷ്യൽ മീഡിയ ഫ്രണ്ട്സ് കയറി വരുന്നു. സ്ട്രേഞ്ചേഴ്സാണ്, ഒപ്പം താമസം തുടങ്ങുന്നു. ഒബ്വിയസ്ലി താമസം തുടങ്ങുന്ന സമയത്ത് ഭക്ഷണം ഷെയർ ചെയ്യണം, എല്ലാം ഷെയർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ഇവരുടെയൊക്കെ ജോലി എന്താണെന്നോ, എങ്ങനെയാണ് അവരുടെ എക്സിസ്റ്റൻസ് മുന്നോട്ട് പോകുന്നതെന്നോ, അവരുടെ ഡേ ടു ഡേ ലൈഫ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് വലിയ ഐഡിയ ഇല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഫസ്മിന എന്നുള്ളത് അവരുടെ പ്രൊഫൈൽ വഴി നമുക്കറിയാം. അവർ കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിലൂടൊന്നും എനിക്ക് പേഴ്സണലി ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. ഒരു താല്പര്യമില്ലാത്ത പരിപാടിയാണ്. കാരണം ആളുകളെ കുഴി കൊണ്ടുപോയി ഇടുന്ന പരിപാടിയാണ് ആ ഗെയിമിൻ്റെ പ്രൊമോഷൻ പരിപാടി എന്നുള്ളത് നമ്മൾ തന്നെ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എന്താണെങ്കിലും അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ പൈസയും കാര്യങ്ങളും ഉണ്ടാക്കുന്നു. സോഷ്യൽ മീഡിയ എന്നുള്ള റവന്യൂ ആയിരിക്കാം, പ്രൊമോഷൻ ചെയ്തുള്ള റവന്യൂ ആയിരിക്കാം. എന്താണെങ്കിലും അവരൊരു സൈഡിൽ അവരുടെ കാര്യം നമുക്കറിയാം. പക്ഷേ ഈ വന്ന ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അവരെന്തിനു വേണ്ടി കൊച്ചിയിൽ നിൽക്കുന്നു, എങ്ങനെ നിൽക്കുന്നു, അവരുടെ ജോലിയാണോ എന്താണെന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും ഒരു കൂട്ടം പെൺകുട്ടികൾ കൊച്ചിയിൽ നിൽക്കുന്നു. അവരുടെ ഇടയിലുണ്ടായ വിഷയങ്ങൾ ഇത് സോഷ്യൽ മീഡിയ ഓഡിറ്റ് ചെയ്യുന്നു. ഇതാണ് വിഷയം സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഇന്നലെ ഫസ്മിന ഇട്ട വീഡിയോ മുതൽ അങ്ങോട്ട് നോക്കാം. ഇതിൽ കുറേ വോയിസ് റെക്കോർഡും കുറേ കാര്യങ്ങളുണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് നമുക്ക് ഡിസ്കസ് ചെയ്ത് പെട്ടെന്ന് തീർക്കാം. ഹലോ ഗൈസ്, അപ്പോൾ ഇതൊരു കോമഡി വീഡിയോ അല്ല, ഇത് കുറച്ച് സീരിയസ് ആയിട്ട് പറ്റുകയാണ്. കാരണം എൻ്റെ കുറച്ച് ഓഡിയോ ഇൻസ്റ്റയിൽ ഫുള്ള് ലീക്കായിട്ടുണ്ട്. അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചാണ്. കാരണം ഇത് സ്റ്റേഷനിലും പിന്നെ കുറച്ച് കേസുപരമായിട്ട് ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയായിരുന്നു ഇതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം ഇതിനെപ്പറ്റി സംസാരിക്കാനിരുന്നത്. പക്ഷേ ഇതിപ്പം കുറേ അധികം ലീക്കായിട്ട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി, ലൈക്ക് എന്താ ഇതിനെപ്പറ്റി സംസാരിക്കാത്തത്, നിങ്ങളുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടാണോ? കേസും കൂട്ടവും അല്ലെങ്കിൽ ഇത്രയും ഗ്രാവിറ്റി ഉള്ളൊരു കേസാവുമ്പോൾ ഇത് ഇപ്പോഴും സംസാരിക്കാതിരിക്കുന്നതാണ് അതിൻ്റെ ഒരു രീതി. അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വക്കീലിൻ്റെ അടുത്തൊരു ഉപദേശം ചോദിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയണ്ട എന്നുള്ളത്. അല്ലെങ്കിൽ എന്തൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്, അതിലെന്തൊക്കെ നമ്മൾ സംസാരിക്കണം. അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിലെന്തൊക്കെ സംസാരിക്കേണ്ട, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. വെരി അൺഫോർച്ചുനേറ്റ്ലി ഇവർ വന്നിട്ട വീഡിയോ ഞാൻ ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വീഡിയോ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ലൈവ് ഇടുകയാണെന്ന് പറഞ്ഞു. എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ വീഡിയോ ഇടാൻ എത്ര മിനിറ്റാണ് ഇൻസ്റ്റാഗ്രാമിൽ എന്ന് ചോദിച്ചപ്പോൾ 10-20 മിനിറ്റ് കാണുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരങ്ങനെ അവരുടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് വീഡിയോ കണ്ട സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ സംഗതി സൊസൈറ്റിയിൽ കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഭയങ്കര റെലവൻറ്റ് ടോപ്പിക്കുകളാണ്. പ്രത്യേകിച്ച് ബാച്ചിലറായിട്ട് ആണുങ്ങളോ പെണ്ണുങ്ങളോ നിൽക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളും. പിന്നെ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഫേസ് ആയിട്ട് ഇൻഫ്ലുവൻസർ, കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ നിങ്ങളുടെ പല്ല് കുത്തി മണപ്പിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കുഴി തോണ്ടി അതിൽ ചാടുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നിങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതി കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത്. ഓക്കെ, എന്താണെങ്കിലും കേസാകും പ്രശ്നമായതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ കോടതിയും പ്രശ്നമായിട്ട് നടക്കുന്നൊരു കാര്യം ജാമ്യത്തിൽ ഇറങ്ങിയതാണെങ്കിൽ പോലും പറയാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ ഉള്ളപ്പോൾ കുറച്ചും കൂടിയും സോർട്ടഡായിട്ട്
വക്കീലിൻ്റെ അടുത്ത് നിന്ന് ഒരു ഉപദേശം തേടിയിട്ട് വേണമായിരുന്നു സംസാരിക്കാൻ എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് ഇത് കംപ്ലീറ്റ് കേട്ടപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്കും ഇനി അങ്ങോട്ട് മുന്നോട്ട് കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തോന്നും. ഞാനൊരു റൂം എടുത്ത് താമസിച്ചായിരുന്നു. ജഡ്ജി എനിക്ക് തൃക്കാക്കരയാണ് റൂം എടുത്തത്. അപ്പം അവിടെ റൂമിൻ്റെ റെൻറ്റ് 15,000 ആയിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ഒറ്റയ്ക്കാണ് റൂം എടുത്തത്. ഒറ്റയ്ക്ക് റൂം എടുത്ത് 1 month ആയപ്പോഴത്തേക്കും ഞാൻ സ്റ്റോറി ഇട്ടായിരുന്നു ഇൻസ്റ്റയിൽ ഇതുപോലെ റൂംമേറ്റ്സിനെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ആ കുട്ടി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡാണ്, ഇവിടെ ഫോട്ടോ എടുക്കാം. അവൾ മെസ്സേജ് അയച്ചായിരുന്നു, അവളിങ്ങനെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്, അവൾക്ക് മാറാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നീ വന്നോ പ്രശ്നമില്ലാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഓൾറെഡി അവളെ ജസ്റ്റ് അറിയാം, എനിക്ക് മ്യൂച്വൽ പരിചയമുണ്ട്, അല്ലാണ്ട് അത്ര ക്ലോസ് ഒന്നുമല്ല. അപ്പം ഞാൻ റൂമെടുത്ത് ഇങ്ങനെ അവൾ വരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 weeks ഒക്കെ ആയപ്പോഴത്തേക്കും അവൾ റൂമിലോട്ട് ഷിഫ്റ്റായി. അപ്പം അവളുടെ കൂടെയാണ് ഹണി വന്നത്. ഇത് രണ്ടുപേരും ഒരുമിച്ചാണ് വന്നത്. അത് കഴിഞ്ഞ് ഡെപ്പോസിറ്റ് ഉണ്ട്, അവളുടെ ഡെപ്പോസിറ്റ് ഞാനൊരു 30K കൊടുത്തായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് കയറിയപ്പോൾ പറഞ്ഞ ഇതുപോലെ ഡെപ്പോസിറ്റ് തരാമെന്ന് പറഞ്ഞായിരുന്നു. 1 monthനുള്ളിൽ 1 month എൻ്റെ ആകുമ്പോഴത്തേക്കും ഡെപ്പോസിറ്റ് തരാമെന്ന് അവൾ പറഞ്ഞായിരുന്നു. പക്ഷേ ആ ഡെപ്പോസിറ്റ് ഇപ്പോഴും കിട്ടിയിട്ടില്ല, അത് ഞാൻ ലാസ്റ്റ് പറയാം. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ കുറച്ച് റൂൾസ് ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ബോയ്സ് അലൗഡ് അല്ലായിരുന്നു. പിന്നെ അവിടെ വേറൊരു രീതിയിലും മോശം പരിപാടി അങ്ങനത്തെ ഇതൊന്നും പാടില്ല. കാരണം ഒന്നാമത് മുസ്ലിം ഫാമിലിയാണ് ഓണർ. അപ്പോൾ അവിടെ വേറൊരു രീതിയിൽ ഒരു കാര്യം നടക്കത്തില്ല എന്നൊക്കെ ഞാൻ അസ്മിനോട് പറഞ്ഞിട്ടാണ് താമസിക്കുന്നത്. ഇവളോടും പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേരും ഒക്കെ പറഞ്ഞിട്ടാണ് വീട്ടിൽ കയറിയത്. ഒന്നാമതേ കൊച്ചി പോലത്തെ ഒരു ടൗണിൽ ബാച്ചിലർ ആയിട്ടുള്ള ആളുകൾക്ക്, അതും എസ്പെഷ്യലി സ്ത്രീകൾക്കൊക്കെ ഒരു റൂം ഒറ്റയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഒരു കൂട്ടം സ്ത്രീകൾ ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്നു. അവിടെ അലമ്പും പ്രശ്നമായിട്ട് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയമൊക്കെ ആയിക്കഴിഞ്ഞ് ഇനി നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തോ നാളെ പോകുന്ന സ്ഥലത്തോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ, ആൻഡ് ഇത് ചെറിയ വിഷയങ്ങളും അല്ല. ഇപ്പോൾ ഇവർ പറയുന്നു ഓക്കെ 3-4 സ്ത്രീകളൊപ്പം നിൽക്കുന്ന ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയാണ്, അവിടെ ആണുങ്ങൾ കയറ്റാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോഴും ഫസ്മിനയുടെ ബോയ് ഫ്രണ്ട് ഒരു ആവശ്യത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനോ അവിടെ വരുന്നുണ്ട് എന്നുള്ളൊരു ഫാക്ടർ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവർ ഈ പറഞ്ഞ രീതിയിലുള്ള അലമ്പും പ്രശ്നങ്ങളും കച്ചറുകളും വേണ്ടാന്ന് പറയുമ്പോഴും ഇവർ ഇനി മുന്നോട്ട് പറയുന്ന കാര്യത്തിനകത്ത് പല രീതിയിലുള്ള ഇവർ സ്വന്തം അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കുറിച്ച് പറയുമ്പോൾ സ്വയം നമ്മളിലേക്കും നാളെ വിരൽ ചൂണ്ടാവുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം അപ്പുറത്തെ സൈഡിലുള്ള ആൾ വെറുതെ ഇരിക്കില്ല. അങ്ങനത്തെ കുറേ ലഹരി റിലേറ്റഡ് ആയിട്ടുള്ള സംസാരങ്ങളും ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഈ റൂം ഷെയർ ചെയ്യുന്ന സമയത്ത് ഒപ്പമുള്ളവർക്ക് ചിലപ്പോൾ ജോലി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ കാണും. അപ്പോൾ ഈ പൈസയുടെ പ്രശ്നങ്ങൾ, ഓക്കെ പണമാണല്ലോ എല്ലായിടത്തും പ്രശ്നം. ഇതിൻ്റെയും ബേസിക് അടി തുടങ്ങുന്നത് പണത്തിൽ നിന്നാണ്. ഡെപ്പോസിറ്റ് പൈസ, റെൻറ്റ്, തക്കാളിയും പച്ചക്കറിയും വാങ്ങിയ അതിൻ്റെ കോടിയുണ്ട് കേട്ടോ. തക്കാളിയും പച്ചക്കറിയും വാങ്ങിയതിൻ്റെ ഇതൊക്കെയാണ് ബേസിക് ഇഷ്യൂ തുടങ്ങുന്നത്. അടി തുടങ്ങുന്നത് അവിടെ നിന്നാണ്. റെൻറ്റ് ചോദിക്കുന്നു അല്ലെങ്കിൽ പൈസ ചോദിക്കുന്നു, അങ്ങനെ തമ്മിൽ കച്ചറയാവുന്നു. ആ കച്ചറ തീർക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കച്ചറയുടെ ഇടയിലോ പോകുന്നു. അപ്പോൾ തമ്മിൽ ഫ്രണ്ട്സ് അടിക്കുന്നു, ബോയ് ഫ്രണ്ട് അതിനിടയിൽ കയറി വരുന്നു. കാരണം ഇവരെ ക്യാറ്റ് ഫൈറ്റിൻ്റെ ഇടയ്ക്ക് ബോയ് ഫ്രണ്ട് കയറി വരുന്നു, ക്യാമറ ഓൺ ആക്കുന്നു, മൊബൈൽ എടുക്കുന്നു, അത് താത്താൻ പറയുന്നു. പിന്നെ അവർ തമ്മിലുള്ള അടിയായി. ഓബിയസ്ലി ഒരു ആണും പെണ്ണും അടിക്കുന്ന സമയത്ത് പെണ്ണിൻ്റെ ഭാഗത്തു നിന്ന് കേസ് പോകുമ്പോൾ വരാൻ പോകുന്ന കേസുകൾ മർദ്ദിച്ചു, പിടിച്ചു, അപമാനിക്കാൻ ശ്രമിച്ചു, അങ്ങനെ കുറേ സാധനങ്ങൾ വരും. അത് മേത്ത് കൈ വെച്ച് കഴിഞ്ഞാൽ പോയി. ഈ ലേഡി തന്നെ, ഈ ഫസ്മിനയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ലേഡി തന്നെ കുറേ ഫോട്ടോ ഒക്കെ ഒരുപാട് പേർക്ക് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്. അതിലൊക്കെ അവർക്ക് അടി കിട്ടിയ പാടുകളുണ്ട്. ഇവർ തന്നെ ഈ പയ്യനെ അടിച്ചു എന്ന് പറയുന്ന വീഡിയോയും ഫസ്മിന അവരുടെ വീഡിയോനകത്ത് വെക്കുന്നുണ്ട്. നീ അടിച്ചില്ല അവനേക്ക് മാന്ന് പറഞ്ഞിട്ട് ഇവരെന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആകെ മൊത്തം ഇവരൊരു ഗ്രൂപ്പായി നിന്നുകൊണ്ട് പിന്നെ അങ്ങോട്ട് അടിപിടി, ഈ പൈസേൻ്റെ പേരിലും പച്ചക്കറീൻ്റെ പേരിലും ഈ പറഞ്ഞ എമൗണ്ടിൻ്റെ പേരിൽ എല്ലാം കൊണ്ടും അടിയായി. അത് കഴിഞ്ഞ് ഞങ്ങൾ താമസം തുടങ്ങി. ഫസ്റ്റ് വന്ന് ഇതുപോലെ റെൻറ്റിൻ്റെ ഡേറ്റ് ആയപ്പോഴത്തേക്കും അവള് റെൻറ്റ് കുറച്ച് ഡിലേ പറഞ്ഞു. ഡിലേ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 2 days ആദ്യം ഡിലേ പറഞ്ഞു. 2 days ഞാൻ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും പിന്നെ ചോദിക്കുമ്പോഴത്തേക്കും റെൻറ്റ് ഇങ്ങനെ ഡിലേ ഇട്ടുകൊണ്ടേ ഇരിക്കുക. അതിൻ്റെ ചാറ്റും കാര്യങ്ങളും ഞാൻ ഇവിടെ ഇട്ട് കാണിച്ചു തരാം. പക്ഷെ അത് ചോദിക്കാൻ കഴിഞ്ഞിട്ട് 1 month ഏകദേശം എൻ്റെ ആവാറായപ്പോഴത്തേക്കാണ് എനിക്ക് റെൻറ്റ് തന്നത്. പിന്നെ ഈ ഓഡിയോയിൽ പറയുന്നുണ്ട് പച്ചക്കറിക്കും മറ്റ് സാധനങ്ങൾക്കും ഒക്കെ ഞാൻ പൈസ അടി ഉണ്ടാക്കി വാങ്ങിയത്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ റൂം എടുത്ത് നിൽക്കുന്ന ടൈമിൽ നിങ്ങളൊരു 4 പേര്, ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അപ്പോൾ 4 പേര് നിൽക്കുന്ന ടൈമിൽ നമ്മൾ വീട്ടിലോട്ട്, അതായത് റൂമിലോട്ട് സാധനം വാങ്ങുമ്പോൾ നമ്മളെല്ലാവരും ഷെയർ ഇട്ടാണ് വാങ്ങുക. അപ്പം ഞാൻ സാധനം വാങ്ങുമ്പം ഇവളും പിന്നെ എൻ്റെ റൂമിൽ ഉണ്ടായിരുന്ന ആരൊക്കെയാണോ അവരൊക്കെ ഷെയർ ഇട്ട് തന്നിട്ടുണ്ട്. പക്ഷെ ഇവള് മാത്രം സാധനങ്ങൾക്ക് ഷെയർ ഇട്ട് തന്നിട്ടില്ല. പക്ഷെ അത് ചോദിക്കാനും നിന്നിട്ടില്ല. കാരണം ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട്.
ലൈക്ക് ഇവളുടെ അമ്മ ഒരു ബാറിന് സെക്ഷൽ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഇവള് തന്നെ പറഞ്ഞിട്ടുള്ള കഥ, എനിക്കറിയത്തില്ല, ഞാൻ അതുകൊണ്ടാണ് പബ്ലിക്കലി ഇത് പറയുന്നത്. ഇവളുടെ അമ്മ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്, അമ്മയുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല. മാത്രമല്ല ഇവളുടെ സ്വന്തം അമ്മ ഇവളെ ഡൽഹിയിൽ കൊണ്ട് വിറ്റിട്ട് ഇവളെ ഓടി രക്ഷപ്പെട്ട് ഇവിടെ വന്നതെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. പിന്നെ രണ്ടാനച്ഛൻ ഇവളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറി, അതിൻ്റെ മേത്ത് പാടും ഇതൊക്കെ എന്നെ കാണിച്ചായിരുന്നു. അങ്ങനെ ഒരു സ്റ്റോറി ഇറക്കിയിട്ടാണ് എനിക്ക് പാവം തോന്നിയിട്ടാണ് ഞാൻ കൂടെ താമസിപ്പിച്ചത്. അല്ലാണ്ട് വേറെ ഒരു ഇതുമില്ല. അവളുടെ കയ്യിൽ പൈസ ഇല്ലെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പൈസയ്ക്ക് അധികം ഫോഴ്സ് ചെയ്യാണ്ടിരുന്നത്. ഇതാണ് ഇനി അടുത്ത പരിപാടി. ഫസ്മിന വന്ന് സംസാരിക്കുന്ന സമയത്ത് ഫസ്മിന പറയുന്നത് ഈ വന്ന പെൺകുട്ടീൻ്റെ ഓപ്പോസിറ്റ് കേസ് കൊടുത്ത പെൺകുട്ടീൻ്റെ വീട്ടുകാരെ കുറിച്ചും അവളുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ടും. ഇനി അവർ വെറുതെ ഇരിക്കും, അവർ വന്ന് ഫസ്മിനെ കുറിച്ച് പറയും. ഇതൊക്കെ കാണുന്ന നാട്ടുകാർ വെറുതെ ഇരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു സർക്കിളായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളവിടെ ജീവിക്കുമ്പോൾ നിങ്ങൾ പലരുമായിട്ട് റിലേഷനിൽ ഉണ്ടാവും, ഇല്ലാതാവും, ഫ്രണ്ട്ഷിപ്പിലാവും, ഫ്രണ്ട്ഷിപ്പ് അല്ലാതാവും, ചിലപ്പോൾ മിണ്ടും, ചിലപ്പോൾ ഈഗോ ഇഷ്യൂസ് വരും. അവരൊക്കെ ഓരോ കഥകളായിട്ട് ഇനി കമൻറ്റ് ബോക്സിൽ ഇറങ്ങും. നിങ്ങളെക്കുറിച്ചും ഒന്ന് വരും, അവരെക്കുറിച്ചും ഒന്ന് വരും. ഇതെല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടും. ജനങ്ങൾ ഇതൊക്കെ കണ്ടു നിന്ന് ചിരിക്കും. ലാസ്റ്റ് എൻഡ് ഓഫ് ദ ഡേ ഒരാളുടെ ഇമേജ് അല്ലെങ്കിൽ ഒരാളുടെ ക്രെഡിബിലിറ്റി കണ്ട് ഇല്ലാതാകുന്ന രീതിയിൽ ഈ സാധനങ്ങൾ പോകും. ഇതല്ലേ സംഭവിക്കുക? ഇതാണ് സംഭവിക്കുക. ഒന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിയമപരമായിട്ട് പോകുന്ന സാധനങ്ങൾ അങ്ങനെ പോട്ടെ എന്ന് വയ്ക്കുക. അതിൻ്റെ ഏറ്റവും എൻഡിൽ വന്നിട്ടാണ് കാര്യങ്ങൾ പറയാൻ. അല്ലെങ്കിൽ നിയമപരമായിട്ട് എന്ത് പറയണം പറയണ്ട എന്നുള്ളതിൻ്റെ ഒരു ഉപദേശം വക്കീലിനോട് ചോദിക്കുക. അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളിൽ ഒരാളെ കുറിച്ചിട്ട് അവളങ്ങനെ ഇവളെങ്ങനെ മറ്റതെങ്ങനെയെന്ന് പറയുമ്പോൾ അത് നമുക്കും നാളെ എന്താണ് ഉള്ളതോ ഇല്ലാത്തതോ നമ്മളെക്കുറിച്ച് എന്താണെങ്കിലും വേറൊരാൾക്ക് പറയാനുള്ളൊരു ഓപ്ഷൻ ഇട്ട് കൊടുത്തിട്ടുള്ള സംസാരമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ വേറൊരാൾ വന്നിട്ട് ഫേക്കായിട്ട് പറയാൻ തുടങ്ങിയാലും അത് നമ്മളെ എഫക്റ്റ് ചെയ്യും. അത് ഉറപ്പാണ്. അത് എൻ്റെ ബോയ് ഫ്രണ്ട് ഞാൻ റെന്റ് തരാത്ത ടൈമിൽ ഈ സംഭവം നടക്കുന്ന ടൈമിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ റെന്റ് തരാത്ത ടൈമിൽ ഞാൻ രാത്രി വീട്ടിൽ ചെന്നു. അവളുടെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു, ഞാൻ റൂം ഒഴിയുകയാണ്, വീട് ഒഴിയുകയാണ്, അപ്പോൾ നിങ്ങൾ റെന്റ് തരണമെന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞു റെന്റ് തരാൻ സൗകര്യമില്ലാന്ന്. റെന്റ് തരാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഇവള് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അവൾക്ക് വേണം ഇപ്പം ഈ വീഡിയോയിൽ ഞാൻ ചലഞ്ച് ചെയ്യാണ്. അവൾ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത് അവളുടെ ബോഡിയിൽ ഡ്രഗ്സ് ഇല്ലെന്ന് പറഞ്ഞാൽ അവൾ പറയുന്ന സംഭവം ഞാൻ ചെയ്യാം. കാരണം അവൾ യൂസ് ചെയ്യുന്ന കാര്യം എനിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ലൈവായിട്ട് അവളെ ചലഞ്ച് ചെയ്യുക. അവൾക്ക് ഇങ്ങനെ ഒരു സംഭവം അവൾ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ സമ്മതിക്കാം. അവൾ പറയുന്ന എല്ലാ കാര്യം ഞാൻ സമ്മതിക്കാൻ റെഡിയാണ്. അവൾ അതിൻ്റെ സംഭവം ഉണ്ടെന്ന് അറിയുന്നതുകൊണ്ടാണ് ഞാൻ അവളോട് റൂമിൽ അങ്ങനത്തെ സംഭവം ചെയ്യാൻ പറ്റത്തില്ല, റൂമിൽ ഒഴിയണമെന്ന് പറയാനൊരു മെയിൻ റീസൺ. കാരണം ഇവിടെ പോലീസ് ഫുള്ള് റെയ്ഡ് വരുന്ന കാര്യങ്ങൾ ഇതെല്ലാം അവർക്കറിയാം. അപ്പം എന്തെങ്കിലും സീൻ വന്നാൽ എൻ്റെ പേരിലേക്ക് വരും, ഞങ്ങൾക്ക് എല്ലാവർക്കും സീൻ വരും. അതുകൊണ്ടാണ് അവളോട് മെയിനായിട്ട് ഞാൻ പറഞ്ഞ ആ സംഭവം നടക്കത്തില്ല. പിന്നെ അവളുടെ റെന്റ് കഴിഞ്ഞ മാസത്തെ അത് കഴിഞ്ഞിട്ടുള്ള മാസം, അതായത് ഡിസംബർ മാസത്തെ റെന്റും ഹണിയാണ് തന്നത്. ഹണിയുടെ വീട്ടിൽ നിന്ന് ഹണി ചോദിച്ചിട്ടാണ് അവളുടെ റെന്റും കൂടെ ചേർത്ത് തന്നത്. അവളിപ്പോൾ പറയുന്നുണ്ട് അവളുടെ ഒരു ഐഫോൺ ഉണ്ടായിരുന്നു, അത് എന്തിനു വെച്ചെന്ന് പറഞ്ഞാൽ റെന്റ് തരാനായിട്ട് വിറ്റാണ്. അവളുടെ അടുത്ത് ഇതുവരെ എനിക്ക് പൈസ കിട്ടിയിട്ടില്ല. അവൾ ആ ഫോൺ വിറ്റിട്ട് എന്താ ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ ഇതിൽ ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യാം. ഞാൻ അവൾക്ക് അയച്ചു കൊടുത്ത പൈസയുടെ സ്ക്രീൻഷോട്ട്സ് ആഡ് ചെയ്യാം. പിന്നെ ഇവള് ഷിബിലിനെ തല്ലി, അതായത് ലല്ലുവിനെ തല്ലി എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഞാനും അവളും തമ്മിലുള്ള പ്രശ്നത്തിന് ലല്ലു ഡോറിൻ്റെ അവിടെ നിൽക്കുമായിരുന്നു. ഇതാണ് സംഭവിച്ചത്. ലല്ലുവിനെ അവൾ നേരെ പോയി തല്ലി. അതിൻ്റെ ക്ലിപ്പ് ഞാൻ ഇവിടെ ഇടാം. അവൾ തല്ലിന്ന് അവൾ സമ്മതിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് ഞാനിപ്പം അടുത്ത ഇടുന്നതായിരിക്കും. ഓക്കെ, അവള് തല്ലി കഴിഞ്ഞിട്ട് ഇവള് എൻ്റെ മുടി പിടിച്ച് വലിച്ചിട്ട് എന്നെ പിടിച്ച് ഉന്തി. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞ് അവൾ വിളിച്ചിട്ട് അവിടെ ആൾക്കാരെ കൂട്ടിയ സമയത്ത് ഇവളിപ്പോൾ പറയുന്നത്, അതായത് സ്റ്റേഷനിൽ കേസ് കൊടുത്തേക്കുന്ന ഇതെന്താന്ന് വെച്ചാൽ ഇവളെ സെക്ഷലി ലല്ലു റേപ്പ് ചെയ്യാൻ നോക്കി, പിന്നെ അതുപോലെ വെപ്പൺ വെച്ച് ആക്രമിച്ചു, അങ്ങനെ കുറച്ച് സെക്ഷൻസ് അധികം ഇട്ടിട്ടുണ്ട്. അതായത് കുറച്ച് കേസിന്റെ ഇതായത് നോൺ വെയിലബിൾ ഒഫൻസസ് ഇട്ടേക്കുന്നതെല്ലാം. ഇതാണ് അവിടെ അന്നേ ദിവസം ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്ന ദിവസം ഇവരുടെ എക്സ്പ്ലനേഷൻ, ഫസ്മീനയുടെ എക്സ്പ്ലനേഷൻ. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ ലഹരി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും പറയുമ്പോഴും ആ വ്യക്തിയും നിങ്ങളെക്കുറിച്ച് പറയും, നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് പറയും. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പബ്ലിക്കായിട്ടിടുമ്പോൾ സൊസൈറ്റിയിലുള്ള ജനങ്ങൾ മാത്രമല്ല, ഞാൻ ഡെഫിനറ്റ്ലി പറയുന്നു ഈ ഒരു കാര്യത്തിൽ എന്താണെങ്കിലും പോലീസും ഡാൻസ് ആഫും ബാക്കിയുള്ളവരും ഈ വീഡിയോ എല്ലാവരും സോഷ്യൽ മീഡിയ ചെക്കും.
ഒരാളും സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യാതിരിക്കില്ല. എല്ലാവരും ഇത് ഓഡിറ്റ് ചെയ്യും. എസ്പെഷ്യലി കേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഗതിൻ്റെ മുകളിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ അതൊക്കെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിലും പിന്നെ ഈ ലഹരിക്കെതിരെ അല്ലെങ്കിൽ ലഹരി കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുന്ന ഡാൻസ് ഓഫ് പോലുള്ള ആളുകളുടെ ഷാഡോ സെല്ലിൻ്റെ കയ്യിൽ ഈ സാധനങ്ങൾ എത്തിക്കഴിയുന്ന സമയത്ത് ഇനി നിങ്ങൾക്കൊക്കെ ഇതിന് ഉത്തരം പറയണം എന്നുള്ളൊരവസ്ഥ വരും. ആൻഡ് ഇനി ഞാൻ പറയുന്നത് ഇത് ഇനി ഫർദറായിട്ട് വെക്കുന്നില്ല. കാരണം ഇത് ഫർദറായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ സാധനങ്ങൾ, ഇപ്പം ഈ ഒരു പെൺകുട്ടി ഫസ്മിന വന്നിരുന്നിട്ട് ഈ പറയുന്ന അസ്മിന എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ചിട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇതേ ഫസ്മിനയെ കുറിച്ചിട്ട് അസ്മിന പറഞ്ഞത്, അവളിങ്ങനെ ഓരോ അനാവശ്യം പറഞ്ഞു കിടക്കും. ഞാൻ MDMA യൂസ് ആക്കും, അത് യൂസ് ആക്കും, ഇത് യൂസ്. അവളാണ് എനിക്ക് തന്നിട്ടുള്ളത് തന്നെ. ഓപ്പണായിട്ട് പറയും, എനിക്ക് തന്നെ ഇതൊരു MDMA യൂസ് ആക്കി. അവളാണ് എനിക്ക് ജോയിൻറ്റ് തന്നിട്ടുള്ളത്. അവൾക്ക് എൻ്റെ ബിസിനസ് ഉണ്ട്, അവളാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഇവൾ ആദ്യമായിട്ട് പറഞ്ഞ് വലിച്ചു നോക്ക് നല്ലതാന്ന് പറഞ്ഞിട്ട് തന്നതാണ്. കേട്ടല്ലോ നിങ്ങൾ. ഇത് അസ്മിന പറഞ്ഞത്, അത് ഫസ്മിന പറഞ്ഞത്. രണ്ടുപേരും ഒരു അടിയിൽ നിന്ന് തുടങ്ങി, ഒരു റെൻറ്റിൻ്റെ പേരിൽ അടിയിൽ നിന്ന് തുടങ്ങി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ എത്തിയെന്നുള്ളത് പോലീസോ ഇനി ആരെങ്കിലും അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഈ ലഹരി ഇതിൽ ഇൻവോൾവ് ആയതോടെ നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ലഹരിയുടെ പരിപാടി. ഓക്കെ, അത് ഇനി ക്ലോസ് ഫ്രണ്ട്സ് ആണോ അറിയുന്നവരാണോ ആര് ചെയ്യുന്ന പരിപാടിയാണെങ്കിലും അത് ആർക്കെതിരെ ആരോപിച്ചാലും ആര് വന്ന് പറഞ്ഞാലും അതിന് വ്യക്തത വേണം, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ളൊരു കാര്യം വേണം. ഇപ്പോൾ ഫസ്മിന പറയുകയാണ് ഈ പെൺകുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അവരുടെ റൂമിൽ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ആദ്യം മുതലേ ഇത് ഇൻഫോം ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കേണ്ടിയിരുന്നു ആദ്യം. ഈ റെൻറ്റിൻ്റെ ഇഷ്യൂ വന്നതുകൊണ്ടാണല്ലോ ഫസ്മിന ഇപ്പോൾ ഈ വന്നിട്ട് ഈ പറഞ്ഞ ലഹരി ഉപയോഗിക്കുന്ന ഈ കുട്ടിയെ ഞാൻ അന്ന് ആ ഒരു സാധനമാണ് ഇപ്പോൾ പറയുമ്പോൾ എനിക്കതെന്ന് ഫീൽ ആവുന്നത് അതാണ്. നേരെ മറിച്ച് ഇത് ഈ റെൻറ്റ് കൊടുക്കുന്നുണ്ട്, ഈ പെൺകുട്ടി സ്ഥിരമായിട്ട് കറക്റ്റ് റെൻറ്റ് കൊടുക്കുന്നു, എല്ലാ ഷെയറും ഇടുന്നു, ലഹരി ഉപയോഗിച്ചോ എന്നുള്ളത് കണ്ണുടച്ചിട്ട് അവിടെ ഇരുത്തു. അപ്പോൾ ഈ റിസ്ക് ഫാക്ടർ നിങ്ങൾക്ക് തോന്നില്ലേ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റൂ? ഒരു ഇഷ്യൂ പ്രശ്നങ്ങളും ഉണ്ടായ സമയത്ത് ഈ ലഹരിയുടെ സാധനങ്ങൾ വന്നു. അപ്പുറത്തെ സൈഡിൽ നിന്ന് ആ പെൺകുട്ടി പറയുന്നു ഇതെല്ലാം ഇവർ തന്നെ കൊണ്ടുപോയി കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഫസ്മിന കൊണ്ടുപോയി, ഫസ്മിനയ്ക്ക് അതിൻ്റെ കച്ചവടം ഉണ്ട് എന്നുള്ളത്. തിങ്സ് ആർ ഗെറ്റിംഗ് ടു എ ഡിഫറെൻറ്റ് ലെവൽ. നിങ്ങൾ തന്നെ നിങ്ങളെ നേരെ സൊസൈറ്റിയുടെ മുന്നിൽ ഇരുന്നിട്ട് എന്നാ ഞങ്ങളെല്ലാവരും ഇതിനൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിനൊക്കെ ആയിട്ടുള്ള എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട് എന്നുള്ളത് സൊസൈറ്റിക്ക് നിങ്ങളെയാണ് വിളിച്ച് പറഞ്ഞു കൊടുക്കുകയാണോ? അല്ല മക്കളെ, എന്താ ഇത് കഥ? എനിക്ക് സീരിയസ് ആയിട്ട് മനസ്സിലാവുന്നില്ല. ഒരു ഇഷ്യൂ ഉണ്ട്, ഒരാൾക്കെതിരെ ഒരു കേസ് വന്നു, ഒരു സീരിയസ് അലിഗേഷനാണ് പറഞ്ഞത്, കുടുംബ പ്രശ്നം, നാട്ടുകാരുടെ പ്രശ്നം, ഈ പറഞ്ഞ ലഹരിയുടെ വിഷയങ്ങൾ. നിങ്ങൾക്കൊന്നും ഈ നാട്ടിൽ ഇനിയും ജീവിക്കേണ്ട ഒരു ആവശ്യമില്ലേ? നിങ്ങൾക്കൊന്നും മര്യാദയ്ക്ക് ഈ നാട്ടിൽ നിൽക്കണ്ടേ? നിങ്ങളെല്ലാവരും ജോബിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീമിൻ്റെ ഭാഗമായിട്ടോ നിങ്ങൾ ജനിച്ച നാട്ടിൽ നിന്ന് വന്ന് ദ ഹൈഫൈ സിറ്റി ഓഫ് കേരള എന്ന് പറഞ്ഞ കൊച്ചിയിൽ വന്ന് നിൽക്കുകയാണ്. നിങ്ങളൊക്കെ സേഫായിട്ട് തന്നെയാണോ നിൽക്കുന്നത്? സേഫായിട്ട് തന്നെയാണോ മുന്നോട്ട് ജീവിക്കാൻ പോകുന്നത്? ഒരു ക്യാറ്റ് ഫൈറ്റ് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ പൊട്ടിപ്പുറപ്പെട്ട് വരുന്ന സമയത്ത് എന്ത് പറയണം എന്ത് പറയണ്ടെന്നുള്ള ഒരു തരത്തിലുള്ള ഓഡിറ്റിങ്ങും സെൽഫ് ഓഡിറ്റിങ്ങും നിങ്ങൾക്ക് ആർക്കും ഇല്ലേ? സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് ആർക്കും അതില്ല. കാരണം ഇത്രയും ഇമ്മച്ചുവറായിട്ട് ഓരോ കാര്യങ്ങൾ ഇരുന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ ഒരു അവസ്ഥ നാട്ടുകാർ ജഡ്ജ് ചെയ്യുന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ ഒരു പെർട്ടിക്കുലർ കേസിലൊക്കെ. കാരണം ഇതിനൊക്കെ വ്യൂവർ, ഇപ്പം ഞാനടക്കം ഞാൻ പറയാലോ, ഇത് നിങ്ങൾ തന്നെ നിങ്ങളെ വീഡിയോയിൽ ഇത് തീട്ട കേസാണെന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇതൊരു തീട്ട കേസ് ആവുന്നത് നിങ്ങൾക്കാണ്. കാണുന്ന ജനങ്ങൾക്ക് ഇത് ഭയങ്കര വ്യൂവർഷിപ്പ് വാല്യൂ ഉള്ള ഈ രണ്ട് പെൺകുട്ടികൾ കിടന്ന് അടിക്കുന്ന ആ ഫസ്മിന മറ്റേ ചെക്കൻ്റെ ഇതായിരുന്നു, ആ ചെക്കൻ്റെ പേരിൽ വരെ എത്തും, എക്സിൻ്റെ പേരിൽ വരെ ഈ സംഗതികൾ എത്തും. അപ്പം ആ രീതിയിൽ വരെ കാണാനൊരു വ്യൂവർഷിപ്പ് ഉള്ള ഒരു നാട്ടിൽ നിങ്ങൾ വന്നിരുന്ന് പറയുന്ന സമയത്ത് കൃത്യമായിട്ട്, അല്ലെങ്കിൽ കേസിൻ്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇന്ന വ്യക്തി ഇന്ന ചെയ്തു, ഇന്ന രീതിയിൽ ജാമ്യം കിട്ടി, അതും വൈദവേ അതും പറയണം, ആ പയ്യന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇത്രയും സീരിയസ് കേസുകളാണ് ഇട്ടേ. ഒരു പെണ്ണിനെ മർദ്ദിച്ചു, ആ മർദ്ദിച്ച പെൺകുട്ടി പോയിട്ട് കേസ് കൊടുക്കുന്നു, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒഫൻസാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ടും ഒപ്പമുണ്ടായിരുന്ന ഹണി എന്ന് പറയുന്ന ലേഡി കൃത്യമായി മൊഴി കൊടുക്കുന്നു, അവിടെ അതല്ല സംഭവിച്ചത്, ഈ കേസ് കൊടുത്ത പെൺകുട്ടിയാണ് ഇതിൻ്റെ പ്രശ്നക്കാരി എന്ന് പറയുമ്പോൾ അപ്പുറത്ത് ആ പയ്യന് ജാമ്യം കിട്ടുന്നു. ജാമ്യമേ കിട്ടിയിട്ടുള്ളൂ, കേസ് പൊളിഞ്ഞിട്ടില്ല. മനസ്സിലായോ? അങ്ങനത്തെ സാഹചര്യത്തിൽ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ഗെയിം ചെയ്യുന്ന സമയത്ത് നമ്മുടെ എക്സിസ്റ്റൻസ് എങ്ങനെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ നമ്മളെങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ കാര്യങ്ങളിൽ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പറയാനും, നാളുകളിൽ വേറൊരാൾ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ നമുക്കെതിരെ കുറേ ആരോപണങ്ങൾ ഇട്ടിട്ട് പോകാൻ ഉള്ളൊരു ഗ്യാപ്പ് വരാത്ത രീതിയിൽ, അല്ലെങ്കിൽ
വരുന്ന കാര്യങ്ങളിലേക്ക് എത്താത്ത രീതിയിൽ നമ്മൾ കാര്യം പറയണം. ഇതിപ്പോൾ ആ പെൺകുട്ടിയുടെ ഫാമിലീനെ ഫസ്മിന വന്ന് പറയുന്നു, അസ്മിന വന്നിട്ട് ഫസ്മിനേൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും പറയുന്നു. കമൻറ്റ് ബോക്സിൽ നിങ്ങളെ അറിയാവുന്ന കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ അവരുടെ സ്വന്തം പേരിൽ വരുന്നില്ല, ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി വന്നിട്ട് നിങ്ങളെ കുറിച്ചുള്ള പഴി അങ്ങനെ കമൻറ്റ് ബോക്സിലിടുന്നു. ഞങ്ങളെപ്പോലുള്ള റിയാക്ഷൻ ചാനലുകൾ അല്ലെങ്കിൽ ഒപ്പീനിയൻ പറയുന്ന ചാനലുകൾ ഇത് എടുത്ത് വെച്ച് വീഡിയോ ആക്കി ഈ തീട്ട കേസാണെങ്കിൽ തീട്ട കേസ് എടുത്ത് വെച്ചിട്ട് വ്യൂവർഷിപ്പ് ഉണ്ടാക്കുന്നു, അരി മേടിക്കുന്നു. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു ഡേഞ്ചർ ഗെയിമാണ്. കൊച്ചി പോലുള്ളൊരു സിറ്റിയിൽ അല്ലെങ്കിൽ ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഫാസ്റ്റ് ഗ്രോയിങ് സിറ്റിക്കകത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടതും ചിന്തിക്കേണ്ടതും നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടതുമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ബാച്ചിലറായിട്ട് നിൽക്കുന്ന സമയത്ത് സൊസൈറ്റിയിൽ നിങ്ങൾ വെക്കേണ്ടതായിട്ടുള്ള കുറേ ലൈൻസ് ഉണ്ട്. അതൊന്നും കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതിലൊന്നും നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഈവൻ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും നിങ്ങൾ ആ ലൈൻസിൽ സ്റ്റിക്ക് ഓൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഇതുപോലുള്ള ഒരു ഇമോഷണൽ ഔട്ട് ബ്രേക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു ഇമ്മച്വർ ഫേസിലോ ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് ട്രൈ ടു ടേക്ക് അഡ്വൈസ് ഫ്രം സമ്മൺ എൽസ്. ഒരു നിയമപരമായിട്ടുള്ള ആളുകളുടെ നിന്ന് അഡ്വൈസ് എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്നില്ല, ജസ്റ്റ് എഴുതിയിട്ടാണെങ്കിൽ പിന്നെ അതിലും നല്ലതാണ്. ഇല്ല, നിങ്ങൾ വന്ന് പറയുകയാണ്, നിങ്ങൾക്ക് അത് പറയണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ എല്ലാതും പറയാൻ നിൽക്കണം. പിന്നെ ടോപ്പ് ടു ബോട്ടം പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റണം. അപ്പം എല്ലാവർക്കും എല്ലാം പറ്റണം എന്നില്ല, ചിലർക്ക് സംസാരിക്കാൻ പറ്റണമെന്നില്ല. ചില കാര്യങ്ങൾ ചിലർക്ക് സംസാരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പോലും ആളുകളെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല, ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം വ്യൂവേഴ്സ് ആർ വെരി വെരി ഡിഫറെൻറ്റ്, അവരുടെ പെർസ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആണ്, അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ ഡിഫറെൻ്റ് ആണ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നു, ഇങ്ങനത്തെ കേസുകൾ സീരിയസ് ഒഫൻസാണ് ഈ പയ്യൻ്റെ എതിരെ ഇട്ടിട്ടുള്ളത്, ഫസ്മിനേൻ്റെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ടിനെതിരെ ഇട്ടിട്ടുള്ളത്. അതിൽ ജാമ്യം ആ പയ്യന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ജാമ്യം കിട്ടാനുള്ള കാര്യവും കാരണവും വന്ന് പറയുന്ന സമയത്ത് എഗെയിൻ നിങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിൽ നിങ്ങളും കാര്യങ്ങൾ അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്കും അതെന്താവും, ഒരു അപ്പർ ഹാൻഡ് ആവും. ആൻഡ് ഇപ്പോൾ അവരവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ കുറേ സാധനങ്ങൾ ഒഴിവാക്കി, നിങ്ങളെക്കുറിച്ചിട്ടുള്ള പോസ്റ്റും സാധനങ്ങളൊക്കെ ഒഴിവാക്കി എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ നാളെ നിങ്ങൾക്കെതിരെ അവരൊരു വീഡിയോ ആയിട്ട് വരാനും ചിലപ്പോൾ ചാൻസ് കാണില്ലേ. ആൻഡ് ഇതിനകത്തൊക്കെ നിങ്ങൾ ഈ വിളിച്ച് പറയുന്നത് ചെറിയ കാര്യം, നിങ്ങൾ തമാശയായിട്ടാണോ നിങ്ങൾ കുട്ടികളെ ഈ വിളിച്ച് പറയുന്നത് ലഹരി അവൾ അത് ഉപയോഗിക്കും ഇവളിത് ഉപയോഗിക്കും? ഒന്നും നിങ്ങൾ ഞാനൊന്നും പറയുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാതിരിക്കുക. ഓക്കെ, ഇപ്പോൾ പലരും ചോദിക്കും, നീ എന്തിനാ അതെടുത്ത് ഇപ്പോൾ വീഡിയോ വെച്ച് ചെയ്തേ, നീ എന്തിനാ അങ്ങനെ ചെയ്തേ? ഇതൊക്കെ പബ്ലിക്കിൽ ഇവരിടുന്ന കാര്യങ്ങളാണ്. പബ്ലിക്കിൽ ഇവരിട്ടിട്ട് പോകുന്ന സമയത്ത് ഇനി നാളുകളിൽ ആരും ഇത് കാണിക്കരുത്, അല്ലെങ്കിൽ ഇത് ചെയ്യരുത്, അല്ലെങ്കിൽ ഇങ്ങനെ അന്തം വിട്ട് പറയരുത് എന്ന് പബ്ലിക്കിനും കൂടി അറിയാനും ഇവർക്ക് മനസ്സിലാക്കാനുമാണ്. മനസ്സിലായോ? അല്ലാതെ നമുക്കിത് ചവിട്ടി കയറി ഇടിച്ച് എന്നിട്ട് അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല നമ്മളെ പണി. ഇതും നമ്മളെ കോണ്ടന്റാണ്, പറയുന്നതാണ്. അത് ദയവ് ചെയ്തിട്ട് മനസ്സിലാക്കുക. ഫൈൻ, സേഫായിട്ടൊക്കെ ജീവിക്കാൻ നോക്കുക, അല്ലാതെ വേറെ വഴിയില്ല.